ഏകദേശം 17 പേരുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി എന്നുള്ളതാണ് നമുക്ക് ഔദ്യോഗികമായി ലഭ്യമാകുന്ന വിവരം. അതിൽ കൂടുതൽ പേരുടെ പോസ്റ്റ്മോർട്ടം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്നുള്ളത് മനസ്സിലാകുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ വളരെയധികം വേദനിക്കുന്ന അല്ലെങ്കിൽ വേദന നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ചകളാണ് ഇവിടെ ഉള്ളത്. ഇതിനിടയിൽ നമുക്ക് ഈ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണം കൂടി വരുന്നുണ്ട്. കരൂരിൽ നടക്കുന്ന TVK പൊതുയോഗത്തിന് 10,000 പേരെ ആണ് പ്രതീക്ഷിച്ചിരുന്നത് എന്ന് പറഞ്ഞു. അതിനാണ് അനുമതി നൽകിയത് എന്നുള്ള ഒരു വിവരം കൂടി പോലീസിന്റെ ഒരു ഔദ്യോഗിക പത്രക്കുറിപ്പിൽ ഉണ്ടായിരുന്നു. പക്ഷേ കൂടുതൽ ആളുകളെ കണ്ട് കൂടുതൽ ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഈ പത്രക്കുറിപ്പിന്റെ ഭാഗമായും പറയുന്നുണ്ട്. ഇതിൽ ഇവിടെ ആശുപത്രിയിലെ കൂടുതൽ വിവരങ്ങൾ പറയുകയാണെങ്കിൽ 17 പേരുടെ പോസ്റ്റ്മോർട്ടമാണ് പൂർത്തിയാക്കിയത്. അതേസമയം തന്നെ നമ്മൾ കുറച്ചു നേരം മുൻപ് കണ്ടു ഒരു കുടുംബത്തിലെ 2 പേർ ഇത്തരത്തിൽ അപകടത്തിൽ ഇരയാകുന്ന സംഭവങ്ങൾ കണ്ടു. അതോടൊപ്പം തന്നെ ഒരു കുടുംബത്തിലെ 3 പേർ മരിച്ച ഒരു സാഹചര്യവും കണ്ടു. ഹേമലത, മകളായ സായി ലക്ഷ്മണ, സായി ജീവ എന്നിവർ ഈ അപകടത്തിൽ മരിച്ചതിൻ്റെ ഒരു വളരെ വേദനിപ്പിക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. ഒരു 1.5 വയസ്സുകാരനും ഈ അപകടത്തിൽ ജീവൻ നഷ്ടമായി എന്നുള്ളതാണ് ഇതിൽ ഞെട്ടിപ്പിക്കുന്ന കുറെ യാഥാർത്ഥ്യമായി നിലനിൽക്കുന്നത്. ഇപ്പോഴും ഈ ആളുകളൊക്കെ തന്നെ ഇവിടെ കൂടിയിരിക്കുന്നത് തങ്ങളുടെ ബന്ധുക്കൾ ആരെങ്കിലും ഒരാൾ ഇവിടെ ഈ ഒരു പരിസരത്ത് ഈ ആശുപത്രിയുടെ മോർച്ചറിക്കുള്ളിലോ പരിക്ക് പറ്റിയോ ഒക്കെ തന്നെ കിടക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ വിവരങ്ങൾ അന്വേഷിച്ചും അവരുടെ മൃതദേഹങ്ങളൊക്കെ വിട്ടുകിട്ടാൻ വേണ്ടിയാണ് പലരും ഇവിടെ കാത്തു നിൽക്കുന്നത്. അപ്പോൾ ഇത്രയധികം മനുഷ്യർക്ക് തങ്ങളുടെ പ്രിയപ്പെട്ടവരെ നഷ്ടമായി എന്നുള്ളതാണ് ഏറ്റവും വിഷമിപ്പിക്കുന്ന അല്ലെങ്കിൽ പേടിപ്പിക്കുന്ന ഏതൊരു അല്ല, അതിൽ കൂടുതലാണ്. 14 പേരിലധികം മൃതദേഹങ്ങൾ നൽകിയിട്ടുണ്ട്. 17 പേരുടെ പോസ്റ്റ്മോർട്ടം നടപടികളും പൂർത്തിയായിട്ടുണ്ട്. 14 പേരുടെ മൃതദേഹങ്ങൾ വിട്ട് നൽകി. പക്ഷെ അതിനുശേഷം അധികൃതർ പറഞ്ഞ 14ആണ്. പക്ഷെ അതിനുശേഷവും 2 പേരുടെ മൃതദേഹങ്ങൾ കൂടി കൊണ്ടുപോകുന്നത് നമ്മൾ ഇവിടെ കാണാൻ ഇടയായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യമാണുള്ളത്. കണക്കുകൾ അതായത് ഇടയിൽ ഓരോ ദിവസവും ഓരോ സമയവും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ പേരുടെ മൃതദേഹങ്ങൾ വളരെ പെട്ടെന്ന് ഇങ്ങനെ വിട്ടു നൽകുന്നുണ്ട്. കാരണം ഇന്നലെ രാത്രി തന്നെ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കാനായിട്ടുള്ള നിർദ്ദേശങ്ങൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അതനുസരിച്ചുള്ള നടപടികൾ നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ പോസ്റ്റ്മോർട്ടം നടപടികളും എല്ലാം പുരോഗമിക്കുകയാണ്. ഒരേ സമയം 4 പേരെ ആണ് പോസ്റ്റ്മോർട്ടം നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് പോസ്റ്റ്മോർട്ടം നടപടികളും ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകുന്ന അടക്കമുള്ള കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. പരിക്ക് പറ്റിയവരുടെ ആരോഗ്യനില പരിശോധിക്കുകയാണെങ്കിൽ 51 പേരാണ് ചികിത്സയിലുള്ളത്. അതിൽ 17 പേർ ഗുരുതരമായുള്ള ഒരു സ്ഥിതിയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. പക്ഷേ കൂടുതൽ ഭയപ്പെടേണ്ട ഒരു സാഹചര്യമില്ല എന്നുള്ളതും ആശുപത്രിയിൽ നിന്നും ലഭ്യമാകുന്നുണ്ട്. 51 പേരാണ് ഈ ഒരു ഇതിനെ തുടർന്ന് അപകടത്തെ തുടർന്ന് ഇപ്പോഴും ചികിത്സയിൽ തുടരുന്നത്. അവരുടെ ആരോഗ്യനില അതിൽ 17 പേർ ഇപ്പോൾ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. மொத்தம் 3 വാള് കത്തി എവിടെ കത്തുവാ വണ്ടിയിലെ പക്ഷെ വാക്കുകൊണ്ട് അത് കുറഞ്ഞു പോകുമായിരിക്കും. അത്രയധികം അലമുറയിട്ട് കരയുന്ന മനുഷ്യരാണ്. ഏറ്റവും പ്രിയപ്പെട്ടവരുടെ ഭൗതിക ദേഹങ്ങൾക്കരികെ തലതല്ലി കരയുന്ന മനുഷ്യർ. ഈ കണ്ണുനീർ കണ്ടു നിൽക്കുക തന്നെ ഏറെ ബുദ്ധിമുട്ടുള്ളതാണ്.